അടുത്ത കാലത്തായി നാട്ടിലെ എല്ലാ ടൗണുകളിലും LD സെന്ററുകൾ കാണുന്നു. ടീച്ചർമാരും LD സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ LD? കോവിഡിന് ശേഷമാണ് വ്യാപകമായി നമ്മൾ LD എന്ന പദം കേട്ടു തുടങ്ങിയത്. കോവിഡ് സമയത്ത് സ്കൂളുകൾ ക്ലാസ്സുകളിൽ ഓൺലൈനിലേക്ക് മാറുകയും പ്രത്യേകിച്ച് KG ക്ലാസ്സുകൾ, പ്രൈമറി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ബേസിക് കൃത്യമായി ലഭിക്കാതിരിക്കുകയും ചെയ്തപ്പം ലാംഗ്വേജുകളിൽ അവർക്ക് വായിക്കാനും എഴുതാനുമുള്ള പ്രയാസമുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഓരോ മുക്കിലും മൂലയിലും ഓരോ കുഗ്രാമങ്ങളിൽ പോലും റെമഡിയൽ ടീച്ചർ ട്രെയിനിങ് സെന്ററുകൾ കണ്ടുവരുന്നത്. കുട്ടികളുടെ പഠന പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരം സെന്ററുകൾ വർക്ക് ചെയ്യുന്നത്. LD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠന പ്രയാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനെ നമുക്ക് 4 തരത്തിൽ വിലയിരുത്താം. LD നമ്പർ 1 ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം. നമ്പർ 2 ലേണിംഗ് ഡിസോർഡർ, പഠന പ്രശ്നങ്ങൾ. നമ്പർ 3 ലേണിംഗ് ഡിഫിക്കൽറ്റി, പഠന പ്രയാസം. നമ്പർ 4 ലേണിംഗ് ഡിഫറൻസ്, പഠന വ്യത്യസ്തത. ഈ 4 രീതിയിലും നമുക്ക് വിലയിരുത്താം. സ്വാഭാവികമായിട്ട് LD എന്നാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. LD സ്റ്റുഡൻസ്, LD ട്രെയിനിങ് സെന്ററുകൾ എന്ന പേരാണ് പൊതുവെ ഉപയോഗിക്കുന്നതെങ്കിലും ടെക്നിക്കലായി നാം ഇതിന് പറയാനുള്ളത് SLD എന്നാണ്, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന 2 പുസ്തകമാണ് DSM-ഉം ICD-യും. ഇതിൽ DSM പ്രസിദ്ധീകരിച്ചത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ആണ്. DSM-5 പഠന പ്രശ്നങ്ങൾക്ക് പറഞ്ഞ പേര് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ, SLD എന്ന പേരിലാണ് പരിചയപ്പെടുത്തുന്നത്. ICD പ്രസിദ്ധീകരിച്ചത് ലോകാരോഗ്യ സംഘടനയായ WHO ആണ്. ICD-10 പഠന പ്രശ്നങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡെവലപ്മെന്റൽ ലേണിംഗ് ഡിസോർഡർ എന്ന പേരിലാണ്. ഈ 2 പേരിലാണ് ടെക്നിക്കലായിട്ട് അറിയപ്പെടുന്നതെങ്കിലും വ്യാപകമായി സാധാരണക്കാർക്കിടയിലും ടീച്ചേഴ്സിനിടയിൽ ഉപയോഗിക്കുന്ന LD എന്ന പേരാണ്. അതുകൊണ്ടാണ് LD എന്നത് അത്ര വ്യാപകമായി സാധാരണക്കാർക്കിടയിൽ കൂടി വളരെ പ്രചരിക്കാനുള്ള കാരണം ഉണ്ടായത്. LD-നെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി നാം മനസ്സിലാക്കുന്നത് ഗുണം ചെയ്യും. 1963 വരെ ഈ പഠന പ്രശ്നങ്ങൾക്ക് വിവിധ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്, ഒരു പ്രത്യേക പേരിൽ അറിയപ്പെട്ടിരുന്നില്ല. 1963 അമേരിക്കയിലെ ഡോക്ടർ സാമുവൽ എ കിർക്ക്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ചിക്കാഗോയിലുള്ള പാൽമർ ഹൗസിൽ ഒരു കൂട്ടം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ആ മീറ്റിംഗിൽ വെച്ച് സാമുവൽ എ കിർക്ക് പഠന പ്രശ്നങ്ങൾ വ്യത്യസ്തമായ പേരുകളിലായി കഴിഞ്ഞാൽ ഗവൺമെന്റ് തലത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടില്ല എന്നും ഈ വിഷയത്തിൽ റിസർച്ചുകൾ നടക്കുന്നില്ല എന്നും ആവശ്യത്തിനുള്ള ഫണ്ട് കിട്ടുന്നില്ല എന്ന കാര്യവും ആ യോഗത്തിൽ അവതരിപ്പിക്കുകയും പഠന പ്രശ്നങ്ങൾക്ക് കോമൺ ആയ ഒരു പേര് വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹം തന്നെ പഠന പ്രശ്നങ്ങൾക്ക് LD അഥവാ ലേണിംഗ് ഡിസബിലിറ്റി എന്ന പേര് ആ മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതുകൊണ്ട് ഫാദർ ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ സാമുവൽ എ കിർക്കാണ്. 1963 ചിക്കാഗോയിലെ പാൽമർ ഹൗസിൽ നടന്ന ആ മീറ്റിംഗിന്റെ റിസൾട്ട് ആയിട്ടാണ് ലോക പ്രശസ്തമായ LDA എന്ന സംഘടന രൂപം കൊള്ളുന്നത്. LDA എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റീസ് അസോസിയേഷൻ ഓഫ് അമേരിക്ക. പഠന പ്രയാസമുള്ള കുട്ടികളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും റിസർച്ച് നടത്തുകയും അവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും ചെയ്തെടുക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായി ഉണ്ടായ സംഘടനയാണ് LDA. ഇത് ഈ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് തന്നെയാണ് 1963 ഈ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഘടനക്ക് രൂപീകൃതമായത്. ഏകദേശം 62 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഈ സംഘടന ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ വ്യാപകമായി LD എന്ന പദം കേട്ടു തുടങ്ങിയത് COVID-19 ശേഷമാണ്. കാരണം നമ്മളെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് കുട്ടികൾക്ക് ബേസിക് ഫൗണ്ടേഷൻസ് കിട്ടാതിരുന്നപ്പോഴാണ്, പഠന പിന്നോക്കാവസ്ഥ ഉണ്ടായപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചയും കാര്യങ്ങളും വ്യാപകമായി നമുക്കിടയിൽ വന്നത്. ഞാനൊക്കെ BEd പഠിക്കുന്ന സമയത്ത് BEdന്റെ കരിക്കുലത്തിലും സിലബസിലും
ലേണിംഗ് ഡിസബിലിറ്റി എന്നൊരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് BEdനും TTCക്കും MEdന്റെ ഒക്കെ സിലബസുകൾ കരിക്കുലത്തിൽ കൃത്യമായിട്ട് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന കുട്ടികളിൽ പഠന പ്രശ്നങ്ങളുള്ള ചില കുട്ടികൾ ട്രെയിനിങ് കൊടുത്താൽ പെട്ടെന്ന് മാറ്റങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ചില കുട്ടികൾ എത്ര തന്നെ ക്ലാസ് എടുത്തു കൊടുത്താലും എത്ര തന്നെ ട്യൂഷൻ എടുത്തു കൊടുത്താലും മാറ്റം കാണുന്നില്ല. എന്താ ഇതിന് കാരണം? അതായത് ലേണിംഗ് ഡിസബിലിറ്റിയും പഠന വൈകല്യവും സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്സും പഠന പിന്നോക്കാവസ്ഥയും രണ്ടും രണ്ടാണ്. എല്ലാ പഠന വൈകല്യവും പഠന പിന്നോക്കാവസ്ഥയാണ്, സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്. എന്നാൽ എല്ലാ പഠന പിന്നോക്കാവസ്ഥയും ലേണിംഗ് ഡിസബിലിറ്റി അല്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു കുട്ടിക്ക് 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ വർഷം കുട്ടിൻ്റെ ക്ലാസ് നഷ്ടപ്പെട്ടു. ചിലപ്പോൾ ആ അധ്യയന വർഷം ടീച്ചർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ആയിട്ട് ക്ലാസ് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ ക്ലാസ് നഷ്ടപ്പെട്ട കുട്ടിക്ക് വീണ്ടും ട്രെയിനിങ് കൊടുത്താൽ, ക്ലാസ് കൊടുത്താൽ ആ കുട്ടി നന്നായി പഠിച്ചെടുക്കാൻ കഴിയും. ഈ കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ കുട്ടികളിൽ പഠന പിന്നോക്കാവസ്ഥയാണ്. ആ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ ചിലപ്പം കുട്ടീൻ്റെ ഫാമിലിയിലുള്ള കാരണങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള കാരണങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ കുട്ടി ജീവിക്കുന്ന സൊസൈറ്റിയിൽ നിന്നുള്ള കാരണങ്ങൾ ഉണ്ടാവും, അതുമല്ലെങ്കിൽ ആ കുട്ടിയിൽ തന്നെയുള്ള കാരണങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെ മെഡിക്കലായിട്ടുള്ള രോഗസംബന്ധമായ കാരണങ്ങൾ ഉണ്ടാവും, കുട്ടികളുടെ സൈക്കോളജിക്കലായ കാരണങ്ങൾ ഉണ്ടാവും, കുട്ടിയുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏകദേശം ഒരു 26ഓളം കാരണങ്ങൾ നമ്മളെ കോഴ്സുകൾ പഠിപ്പിക്കാറുണ്ട്. ഈ വ്യത്യസ്ത കാരണങ്ങളെ കൊണ്ട് കുട്ടിക്ക് പഠന പിന്നോക്കാവസ്ഥ ഉണ്ടാക്കാം. പഠന പിന്നോക്കാവസ്ഥ ടീച്ചേഴ്സിന് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നു, ഒന്നിൽ കൂടുതൽ പരീക്ഷകളിൽ ഒന്നിൽ കൂടുതൽ വിഷയത്തിന് 33% കിട്ടാത്ത കുട്ടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ക്വാർട്ടർലി എക്സാമിനും ഹാഫ് ഇയർ എക്സാമിനും ഒരു കുട്ടിക്ക് ഇംഗ്ലീഷിനും മാത്സിനും 33% മാർക്ക് കിട്ടുന്നില്ല എങ്കിൽ ഈ കുട്ടിക്ക് പഠന പിന്നോക്കാവസ്ഥയുണ്ട്. ഈ കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടെത്തി അതിന് നമ്മൾക്ക് പരിഹാരം കൊടുത്താൽ, റെമഡിയൽ ട്രെയിനിങ് കൊടുത്താൽ ഈസി ആയിട്ട് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് പരിഹരിക്കാൻ കഴിയും. നേരത്തെ നിങ്ങൾ ചോദിച്ച പഠന വൈകല്യം, ലേണിംഗ് ഡിസബിലിറ്റി കംപ്ലീറ്റ് ആയി നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. ലേണിംഗ് ഡിസബിലിറ്റി ഈസ് നോട്ട് ക്യൂറബിൾ, ഓൺലി മാനേജബിൾ എന്നാണ്. നമുക്കത് മാനേജ് ചെയ്യാനേ പറ്റൂ. പഠന വൈകല്യം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയില്ല. കാരണം ലേണിംഗ് ഡിസബിലിറ്റി ഈസ് എ ന്യൂറോളജിക്കലി ബേസ്ഡ് പ്രോസസീവ് പ്രോബ്ലം, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ്. നമ്മൾ ബ്രെയിനുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് തന്നെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയില്ല, മാനേജ് ചെയ്യാനേ കഴിയുള്ളൂ. ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. LD, ലേണിംഗ് ഡിസബിലിറ്റി ഈസ് എ ന്യൂറോളജിക്കൽ പ്രോബ്ലം that affect the brain's ability to receive, process and analyze, store information. ഇൻഫർമേഷൻ സ്വീകരിക്കാനും വിശകലനം ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ആവശ്യമുള്ള സമയത്ത് തിരിച്ചെടുക്കാനുമുള്ള ബ്രെയിനിന്റെ കഴിവിനെ ബാധിക്കുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളാണ് LD എന്ന് പറയുന്നത്. അത് തികച്ചും ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, LD ഉള്ള ഒരു സ്റ്റുഡന്റ്, ഒരു കുട്ടി ഒരിക്കലും മണ്ടനല്ല, പൊട്ടനല്ല, IQ ഇല്ലാത്ത കുട്ടിയല്ല, ബുദ്ധി ഇല്ലാത്ത കുട്ടിയല്ല. പലപ്പോഴും സമൂഹം തെറ്റിദ്ധരിക്കാറുള്ളത് LD ഉള്ള കുട്ടി എന്ന് പറഞ്ഞാൽ മണ്ടനാണ്, പൊട്ടനാണ്, ബുദ്ധി ഇല്ലാത്ത കുട്ടിയാണ്, MR ആണ്, മെന്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ID ഉള്ള കുട്ടിയാണ് തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലും അതല്ല. LD ഉള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓർ എബോവ് ആവറേജ് ഇന്റലിജൻസ് ഉള്ള കുട്ടിയായിരിക്കും. 90, 110, 120 IQ ഉള്ള കുട്ടികളായിരിക്കും. ഒരു 500 ചില്ലാനും കുട്ടികൾ നമ്മളെ സ്ഥാപനത്തിൽ വന്ന കുട്ടികൾ തന്നെ വളരെ ടാലന്റഡ് ആയ കുട്ടികളാണ് LD ഉള്ള കുട്ടികൾ. കാരണം അല്ല, LD ഉള്ള കുട്ടികൾ ഒരിക്കലും മണ്ടരല്ല, പൊട്ടന്മാരല്ല. അവർ പഠനത്തിൽ മാത്രമേ പിന്നോക്കം ഉണ്ടാവും, ബാക്കി എല്ലാ വിഷയത്തിലും പെർഫെക്റ്റ് ആയിരിക്കും. ക്ലാസ്സിലുള്ള ലീഡർഷിപ്പിന്റെ കാര്യത്തില്, ആർട്സിന്റെ കാര്യത്തില്, സ്പോർട്സിന്റെ കാര്യത്തില്, കുടുംബത്തിലൊരു കല്യാണമോ മറ്റൊരു ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ ഇവരായിരിക്കും ഏറ്റവും ഫ്രണ്ടിലുണ്ടായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഇവരായിരിക്കും. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും പല രക്ഷിതാക്കളും പറയാറുണ്ട്, ഇവന് കളിക്കാൻ വളരെ ഉഷാറാണ് അല്ല സാർ, പക്ഷെ പഠിക്കാൻ മാത്രമാണ് പുറകോട്ട് പറയാറുണ്ട്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് LD ഉള്ള കുട്ടിക്ക് ആവറേജ് IQ ഉണ്ടാവും, അല്ലെങ്കിൽ എബോവ് ആവറേജ് IQ ഉണ്ടാവും. പക്ഷെ അവർക്ക് പഠിക്കുന്ന വിഷയം മാത്രം തലയിൽ കയറില്ല. പഠിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് അവർ പിന്നിലുണ്ടാകുക എന്ന് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ രക്ഷിതാക്കൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LD ഉള്ള ഒരു വിദ്യാർത്ഥിയെ പൂർണ്ണമായി നമുക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മനസ്സിലാക്കണം. അതായത് ആ കുട്ടിയെ നമുക്ക് ആ കുട്ടീൻ്റെ ജീവിതത്തിലേക്ക് അത്യാവശ്യമായിട്ടുള്ള കുട്ടീൻ്റെ പേര് എഴുതാനും അത്യാവശ്യം വായിക്കാനും എഴുതാനും പറ്റുന്ന ഒരു പരുവത്തിലേക്ക് മാറ്റിയെടുക്കാം. അല്ലാതെ ആ കുട്ടി ഒരു MBBS എൻ്റെ മകൻ ഡോക്ടറാക്കണം, ഒരു എഞ്ചിനീയർ ആക്കണം, എൻ്റെ മകൻ IAS കാരനാക്കണം എന്ന നിലയ്ക്ക് ഒരു LD ഉള്ള കുട്ടിയെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയില്ല. ആ കുട്ടിയുടെ എവിടെയാണ് കുട്ടിൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, കുട്ടിൻ്റെ അഭിരുചി ഏത് മേഖലയാണോ ആ മേഖലയിൽ കുട്ടികളെ തിരിച്ചുവിടുക വേണ്ടി. LD ഉള്ള കുട്ടികൾക്ക് ധാരാളം സ്കില്ലുണ്ടാകും, വിവിധ മേഖലകൾ അവർക്ക് കഴിവുണ്ടാവും. അവർക്ക് കഴിവുള്ള ആ മേഖലയ്ക്ക് രക്ഷിതാക്കൾ തിരിച്ചുവിടുകയാണ് വേണ്ടതെന്ന് കൂട്ടത്തിൽ ഉറപ്പെടുത്തും. ഇത്തരം കുട്ടികളിൽ ഇത് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? പഠന പ്രശ്നങ്ങൾ കുട്ടികൾ ഉണ്ടാകാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് ന്യൂറോളജിക്കൽ ഫാക്ടറാണ്, മറ്റൊന്ന് ജനറ്റിക് ഫാക്ടറാണ്, അതുപോലെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഈ 4 ഘടകങ്ങളാണ് വളരെ പ്രധാനമായിട്ടും പഠന പിന്നോക്കാവസ്ഥയുടെ പഠന വൈകല്യത്തിന്റെ കാരണങ്ങളാകുന്നത്. ന്യൂറോളജിക്കൽ ഫാക്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകം ബ്രെയിൻ ഡെവലപ്മെന്റൽ ഇഷ്യൂ ആണ്. കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചാഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഹെഡ് ഇഞ്ചുറീസ്. ആക്സിഡന്റ് മൂലം ബ്രെയിൻ ഏൽക്കുന്ന പരുക്ക് മൂലവും പഠന പ്രശ്നങ്ങൾ ഉണ്ടാകാം. രണ്ടാമത്തെ കാരണമാണ് ജനറ്റിക് ഫാക്ടറാണ്. അത് ഹെറിഡിറ്റി ആണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട പാരമ്പര്യമാണ്. മാതാപിതാക്കൾക്ക് പഠന പ്രശ്നങ്ങൾ ഉണ്ടായാൽ കുട്ടികളിൽ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പം പലരും പറയും മാതാപിതാക്കൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അവര് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ കുട്ടിക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിയുന്നില്ല. ഇവിടെ മാതാപിതാക്കൾക്കില്ലെങ്കിലും ഗ്രാൻഡ് പാരൻസിന് ഉണ്ടെങ്കിലും കുട്ടികളിലേക്ക് വരാനുള്ള, അടുത്ത പേരക്കുട്ടികളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പഠന വൈകല്യത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിൽ പ്രീ മെച്വർ ഡെലിവറി, മാസം തികയാതെ കുട്ടി ജനിക്കുക എന്നുള്ള ഘടകം, അതുപോലെ പ്രൊലോങ് ലേബർ, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന വളരെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഡെലിവറി, അതുപോലെ പ്രോബ്ലംസ് ഡ്യൂറിങ് ഡെലിവറി, പ്രസവ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ ലോ ബർത്ത് വെയിറ്റ്, ലാക്ക് ഓഫ് ഓക്സിജൻ, ഡെലിവറി സമയത്ത് വേണ്ട പോലെ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ, ഇതെല്ലാം പഠന പിന്നോക്കാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ കടന്നു വരും. അതുപോലെ പ്രോബ്ലംസ് ഡ്യൂറിങ് പ്രഗ്നൻസിയും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ പ്രഗ്നൻസി സ്റ്റേജിൽ കുട്ടിയുടെ മദറിനുണ്ടാകുന്ന രോഗങ്ങള്, മാനസിക സംഘർഷങ്ങള്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഇതെല്ലാം ഗർഭശിശുവിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ ആവശ്യമായ ന്യൂട്രീഷൻസ് മാതാവിന് കിട്ടിയിട്ടില്ലെങ്കിലും കുട്ടിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രഗ്നൻസി സമയത്ത് മാതാവ് ഡ്രഗ്സും അമിതമായ നിലയ്ക്ക് ആൽക്കഹോളും ഉപയോഗിച്ചാലും കുട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ ഫാക്ടേഴ്സ് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. പ്രസവത്തിന്റെ മുമ്പും പ്രസവിച്ച ശേഷമുള്ള ഘടകങ്ങൾ കുട്ടിന്റെ പഠന പിന്നോക്കാവസ്ഥയെ, ലേണിംഗ് ഡിസബിലിറ്റിയെ, പഠന വൈകല്യത്തിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നാലാമത് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ നിരവധി ഘടകങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമോഷണൽ പ്രോബ്ലം, ഇമോഷണൽ ആൻഡ് ബിഹേവിയർ ഡിസോർഡേഴ്സ്. കുട്ടിക്ക് വേണ്ടത്ര മോട്ടിവേഷൻസ്, പോസിറ്റീവ് സ്ട്രോക്ക് ഫാമിലിയിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും കിട്ടാത്ത ഒരവസ്ഥ. അതുപോലെ ബ്രോക്കൺ ഫാമിലി, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരം ഇമോഷണൽ പ്രശ്നങ്ങളും പഠന പിന്നോക്കാവസ്ഥക്കുള്ള കാരണമായി കണ്ടുവരാറുണ്ട്. നിരവധി കാരണങ്ങളിൽ ഈ 4 ഘടകമാണ് ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത്. പഠന പ്രശ്നമുള്ള കുട്ടികളിൽ അവർ വലുതാകുമ്പോൾ ഇത് സ്വയം മാറുമെന്നാണ് പലരും പറയുന്നത്. ഇത് ശരിയാണോ?
ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. ധാരാളം രക്ഷിതാക്കളും ടീച്ചേഴ്സും ഈ മിഥ്യാധാരണ വെച്ചു പുലർത്തുന്നുണ്ട്. പലരും പറയാറുണ്ട്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ റിലേറ്റീവ്സ് ആയ കുട്ടി ചെറിയ ക്ലാസ്സിൽ പഠനത്തിൽ വളരെ മോശമായിരുന്നു, ഉയർന്ന ക്ലാസ്സിൽ എത്തിയപ്പോഴേക്ക് അവൻ നല്ല പഠനത്തിൽ മിടുക്കനായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരവധി ഡിസ്ലെക്സിയകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടായിട്ട് 9 തരം ഡിസ്ലെക്സിയകൾ നമുക്ക് കാണാൻ കഴിയും. വിഷ്വൽ ഡിസ്ലെക്സിയ, ഓഡിറ്ററി ഡിസ്ലെക്സിയ, ഡീപ് ഡിസ്ലെക്സിയ, പ്രൈമറി ഡിസ്ലെക്സിയ, സെക്കൻഡറി ഡിസ്ലെക്സിയ, ട്രോമ ഡിസ്ലെക്സിയ, ഡയറക്ഷണൽ ഡിസ്ലെക്സിയ, സർഫസ് ഡിസ്ലെക്സിയ, സ്കോട്ടോപിസ് ഡിസ്ലെക്സിയ. ഇങ്ങനെ 9ഓളം ഡിസ്ലെക്സിയകൾ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ നിന്ന് പഠന പ്രയാസങ്ങൾ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഒന്ന് മാത്രമേ പ്രായം കൂടുന്നതോടും കുട്ടിക്ക് പരിഹരിക്കാൻ പറ്റുന്നത് ഡെവലപ്മെന്റൽ ഡിസ്ലെക്സിയ മാത്രമാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിന്റെ വളർച്ചാ ഘട്ടത്തിൽ കുട്ടിന്റെ ശരീരത്തിൽ ഡിലേ ആയിപ്പോയ ഏതെങ്കിലും ഹോർമോൺ ഉണ്ടെങ്കിൽ കുട്ടി പ്യൂബർട്ടിയിലേക്കും പ്രായപൂർത്തിയിലേക്കും എത്തുമ്പോഴേക്ക് കുട്ടിയുടെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ആ ഡിലേ ആയ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് 9 പഠന വൈകല്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഡിസ്ലെക്സിയ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് മാത്രമേ വലുതാകും തോറും കുട്ടിയിൽ പരിഹാരമാകുന്നു. ബാക്കി 8 ഡിസ്ലെക്സിയകൾക്കും ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ ഈസ് ബെറ്റർ. നേരത്തെ മനസ്സിലാക്കി നേരത്തെ പരിഹാരം കൊടുത്താൽ ആ കുട്ടിയുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാൻ കഴിയും. ഭാവിയിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കഴിയും. രക്ഷിതാക്കളും ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പഠന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടി ഭാവിയിൽ ഒരു ക്രിമിനലായി മാറുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് എതിരായി മാറുന്ന അവസ്ഥയിലേക്ക് കുട്ടിനെ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇത്തരം കുട്ടികളിൽ റെമഡിയൽ ട്രെയിനിങ് പരിഹാരമാകുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിലുള്ള ഒരു ട്യൂഷൻ കൊണ്ടോ 50ഓ 60ഓ കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ടുള്ള ടീച്ചിങ് കൊണ്ടോ ഇത്തരം കുട്ടികളിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. ഈ കുട്ടികൾക്ക് വേണ്ടി 1 to 1 ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ആയിരിക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പരിശീലനം കിട്ടിയ ഒരു റെമഡിയൽ ടീച്ചറാണ് ഇവർക്ക് ക്ലാസ് കൊടുക്കേണ്ടത്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി അസസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് കുട്ടിന്റെ പ്രശ്നം മനസ്സിലാക്കി അതിനാവശ്യമായ ഒരു IEP തയ്യാറാക്കി ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കി ഈ കുട്ടിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്ന രീതിയിലായിരിക്കണം ഈ കുട്ടിക്ക് പരിഹാരം കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് കുട്ടിക്ക് കൊടുക്കേണ്ടത് അൺകണ്ടീഷണൽ ലവ് ആണ് കൊടുക്കേണ്ടത്. ഉപാധികളില്ലാത്ത സ്നേഹം കൊടുക്കുമ്പോൾ തന്നെ കുട്ടിയിൽ മാറ്റങ്ങൾ വരും. ക്ലാസ് റൂമൊന്നും കുടുംബത്തും നിരന്തരം കുറ്റപ്പെടുത്തലുകളും പരിഹാസവാക്കും കേട്ട കുട്ടിക്ക് ഈ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ടീച്ചർ നിരന്തരം പോസിറ്റീവ് സ്റ്റോക്കുകളും ആവശ്യമായ കെയറും കൊടുക്കുമ്പോൾ തന്നെ കുട്ടിയിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാകുകയും വലിയ മാറ്റം കുട്ടിയിൽ ഉണ്ടാവും. കൂടാതെ കുട്ടിക്ക് ആവശ്യമായ കുട്ടിയുടെ ദിനചര്യയിൽ മാറ്റം വരുത്തേണ്ടി വരും. അതുപോലെ കുട്ടിയുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും. വ്യായാമത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. ഇതിലെല്ലാം ഉപരി കുട്ടിക്ക് ഏത് തരത്തിലുള്ള പഠന പ്രശ്നമാണോ കുട്ടിയിൽ ഉള്ളത്, ഡിസ്ലെക്സിയ ആണോ, ഡിസ്ഗ്രാഫി ആണോ, ഡിസ്കാൽക്കുലി ആണോ, ഡിസ്പ്രാക്സി ആണോ, ഏത് ലെവലിലുള്ള ഏത് ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ആണോ ഉള്ളത്, അതിന് അനുയോജ്യമായ ബ്രെയിൻ ആക്ടിവിറ്റീസ്, ബ്രെയിൻ ജിമ്മുകൾ കൊണ്ടുവന്ന് കുട്ടിക്ക് പരിഹാരം കൊടുക്കണം. അപ്പോഴാണ് കുട്ടിയിൽ പൂർണ്ണമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരു ട്യൂഷൻ പോലെ കൊടുത്താൽ തൽക്കാലത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകും, പക്ഷെ നാളേക്ക് ആ കുട്ടിയോട് അത് മറന്നു പോയിട്ടുണ്ടാവും. ആ കുട്ടിയുടെ അറ്റൻഷനും മെമ്മറിയും ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കൂടെ കൊടുക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും റെമഡിയൽ ട്രെയിനിങ് കൊണ്ട് ഫലമുണ്ടാകുക. സാധാരണ ഒരു ക്ലാസ് കൊണ്ട് ഇത്തരം കുട്ടികളിൽ മാറ്റം വരുത്താൻ കഴിയുകയില്ല. റെമഡിയൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കോഴ്സുകളാണ് ലൈഫ് ഗേറ്റ് ഗ്ലോബൽ അക്കാദമി നടത്തുന്നത്? ലൈഫ് ഗേറ്റ് ഗ്ലോബൽ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി ആൻഡ് ട്രെയിനിങ്. നമ്മുടെ സ്ഥാപനം ഏറ്റവും പ്രധാനമായി നടത്തുന്ന കോഴ്സാണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മാനേജ്മെന്റ് കോഴ്സുകളാണ്. പഠന പ്രയാസമുള്ള കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി വളരെ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കോഴ്സാണ് RTTC, റെമഡിയൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. 1 ഇയർ ആണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ. 7 മാസം 8 മാസം തിയറിയും ബാക്കി ഇന്റേൺഷിപ്പുമാണ് ഉണ്ടാകാറുള്ളത്. മറ്റൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നത് PGDMLD ആണ്. ഏത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം.
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഓഫ് ലേണിംഗ് ഡിസോർഡർ. SSLCയും +2 കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി DMLD കോഴ്സ് നടത്തുന്നുണ്ട്, ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഓഫ് ലേണിംഗ് ഡിസോർഡർ. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ 6 മാസമുള്ളതാണ്. 2 മാസം കാലാവധിയുള്ള സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് CMLD കോഴ്സും നടത്തുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനത്തിലെ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് 10 ഡേയ്സും ചെറിയ ഹ്രസ്വമായ കോഴ്സുകൾ ചെയ്ത ആളുകളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ കോഴ്സുകൾ ഉദ്ദേശിക്കുന്നത് ഡീപ്പിലുള്ള ഒരു പഠനം എന്ന നിലക്ക് കൃത്യമായും നിങ്ങൾക്കൊരു 6 മാസമെങ്കിലും സമയം എടുക്കുമ്പോഴേ ഒരു പഠന പ്രയാസമുള്ള കുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അത്തരം ഡീപ്പിലുള്ള പഠനമാണ് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നത്. വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നത്, ഈ കോഴ്സിലുള്ള ഈ നിലവിൽ റണ്ണിംഗ് ബാച്ചിലെ 8 ആളുകളും MSc സൈക്കോളജി കഴിഞ്ഞ ആളുകളും MSW കഴിഞ്ഞ ആളുകളുമാണ്. അതോടൊപ്പം TTC B.Ed കഴിഞ്ഞ നിരവധി ആളുകളും നിലവിലുള്ള റണ്ണിംഗ് ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഡീപ്പായിട്ട് ആഴത്തിൽ ഈ വിഷയം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ഥാപനം കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സുകളിലൊക്കെ എന്തൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്? പ്രധാനമായും ചൈൽഡ് സൈക്കോളജിയും റെമഡിയൽ ടീച്ച് മെത്തഡോളജിയുമാണ് ഈ കോഴ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം 6 സബ്ജക്റ്റിലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ, ലെവൽ ഓഫ് ഇന്റർവെൻഷൻ പരിശീലിപ്പിക്കുന്നു. മലയാളം, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഹിന്ദി, അറബിക് ആൻഡ് അറബിക് മലയാളം. ഈ 6 സബ്ജക്റ്റുകളും പഠന പ്രയാസമുള്ള കുട്ടിയെ എങ്ങനെയാണ് പരിശീലിപ്പിക്കുക എന്ന് കൃത്യമായി ഈ കോഴ്സിൽ പഠിപ്പിക്കും. 500-ൽ കൂടുതൽ കുട്ടികളെ നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് പരിശീലിപ്പിച്ചതിന്റെ അനുഭവത്തിന്റെ ബേസിലുള്ള സൈക്കോളജിസ്റ്റുകൾ മാത്രമാണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത്. അതോടൊപ്പം പഠന പ്രശ്നമുള്ളൊരു കുട്ടി വന്നാൽ ആ കുട്ടിയുടെ പഠന പ്രയാസം എന്താണെന്ന് കൃത്യമായി ഇത് മനസ്സിലാക്കി കണ്ടെത്തി അതിന് റെമഡി കൊടുക്കാൻ നിങ്ങളെ 100% ഈ സ്ഥാപനം പ്രാപ്തരാക്കുന്നുണ്ട്. അതിനാവശ്യമായ ടൂളുകൾ, IEP തയ്യാറാക്കല്, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എല്ലാം ഈ കോഴ്സിന്റെ ഹൈലൈറ്റ് ആണ്, കൃത്യമായി പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കോഴ്സുകൾ നിരവധി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ലൈഫ് കെയർ ഗ്ലോബൽ അക്കാദമി അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ലൈഫ് കെയർ അക്കാദമിയുടെ പ്രത്യേകത, ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിയുടെ പ്രശ്നങ്ങൾക്ക് ആദ്യം പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് മറ്റൊരാളെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു റെമഡിയൽ ടീച്ചർ ആകാൻ പോകുന്നൊരു വ്യക്തി ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാനുള്ള ആളുകളാണ്. നിലവിലൊരു സ്കൂളിൽ പഠിച്ചിട്ടും വർഷങ്ങൾ പഠിച്ചിട്ടും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിയാത്തതിൻ്റെ പേരിൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയെ കൈപിടിച്ചു ഉയർത്താനും ആ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യാനുമാണ് റെമഡിയൽ ട്രെയിനിങ്ങിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ ഈ റെമഡിയൽ ടീച്ചർ ആകാൻ പോകുന്ന ആളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ വേണ്ടി ആഡ് ഓൺ കോഴ്സുകളായി നമ്മളെ സ്ഥാപനം അവർക്ക് LTC കൊടുക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ട് ഗോൾ സെറ്റിങ്ങും മെഡിറ്റേഷനും അതുമായി ബന്ധപ്പെട്ട ഫോർഗീവ്നെസ് തെറാപ്പികൾ, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പികൾ, സ്വന്തം ലൈഫിൽ ഒരു അടുക്കും ചിട്ടക്കും എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവനും ഈ കോഴ്സിന്റെ ഇടയിൽ തികച്ചും സൗജന്യമായിട്ട് LTC കോഴ്സ് നൽകുന്നു. രണ്ടാമത് നമ്മുടെ സ്ഥാപനം നൽകുന്നതാണ് ട്രെയിനേഴ്സ് ട്രെയിനിങ്. ഒരു നല്ല ട്രെയിനറാക്കി ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവരെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവർക്ക് പാരന്റിങ്ങും സ്കൂളിൽ വരുന്ന മറ്റ് ക്ലാസ്സുകൾ എടുക്കാനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം എല്ലാം ഒരു കുടക്കീഴിലുള്ള സങ്കല്പത്തിൽ ടീച്ചിങ്ങും കൗൺസിലിങ്ങും ട്രെയിനിങ്ങും പാരന്റിങ്ങും മെന്ററിങ്ങും മാനേജ്മെന്റും എല്ലാം നമ്മളൊരു കുടക്കീയിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും ഒരു സ്വന്തമായ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്കൂൾ മാനേജ്മെന്റും ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിലും ഒക്കെ പ്രത്യേക പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം PPT തയ്യാറാക്കല്, ക്യാൻവ, സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തികച്ചും സൗജന്യമായി നൽകുകയും പഠിച്ച് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന ആളുകൾക്ക് ലൈഫ് കെയറിന്റെ കൂടെ തന്നെ നിന്നിട്ട് നമ്മൾ ഹാപ്പി ലേൺ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാനും
താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ ആയിക്കൊണ്ട് തന്നെ ലൈഫ് കെയറിന്റെ ഫ്രാഞ്ചൈസികളായ ട്രെയിനിങ് സെന്ററുകൾ നിങ്ങളെ നാട്ടിൽ സ്ഥാപിക്കാനുള്ള സഹായം കൂടിയും നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്ഥാപനം ഉദ്ദേശിക്കുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒരു ലോങ് ടേം ആയിട്ടുള്ള ബന്ധമാണ് പഠിതാക്കളും സ്ഥാപനവും തമ്മിൽ ഉദ്ദേശിക്കുന്നത്. കോഴ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകാനുള്ള ഉദ്ദേശമല്ല. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എല്ലാ ഫ്രൈഡേസിലും പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകൾ നടത്തുന്ന ക്ലാസ്സുകൾ ഇതിലെ പഠിതാക്കളെ ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ട് സ്ഥാപനം കൊടുക്കുന്നുണ്ട്. ഒരു കോഴ്സ് നമ്മൾ ചെയ്തിട്ട് നമ്മളിൽ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രം പോരാ, നമ്മളെ ഫാമിലിയിൽ മാറ്റം ഉണ്ടായാൽ ഫാമിലിക്ക് കൂടി ട്രെയിനിങ് കിട്ടണം, നിങ്ങളെ ഇണകൾക്ക് കൂടി ട്രെയിനിങ് കിട്ടണം. അതിന്റെ ഭാഗമായിക്കൊണ്ട്, ആ കൺസെപ്റ്റിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ അക്കാദമി. ഇതിൽ ചേരുന്ന ഓരോ പഠിതാവിനും അവരുടെ കുടുംബത്തിന് വേണ്ടി എല്ലാ ഫ്രൈഡേസിലും രാത്രി 8 മുതൽ 9 മണി വരെ 1 hour സൈക്കോളജിക്കൽ ട്രെയിനിങ് കൂടി കൊടുക്കുന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഈ കോഴ്സുകളൊക്കെ വാല്യുബിൾ ആണോ? ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ? നമ്മുടെ സ്ഥാപനം വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് TSSR കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റുകളാണ് കൊടുക്കാറുള്ളത്. നിലവിൽ TSSR കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റിന് എംബസി അറ്റസ്റ്റേഷനും അതുപോലെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനും അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷനും ലഭ്യമാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സ്ഥാപനം ഫോക്കസ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റിലുപരി നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഈ കോഴ്സിൽ ചേരലോടുകൂടി ടോട്ടൽ നിങ്ങളെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായി, നിങ്ങളെ കൊണ്ട് എല്ലാറ്റിനും പറ്റുന്ന ഒരു പോസിറ്റീവായ വ്യക്തിയാക്കി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന പല ആളുകളും MSc, MSW, MA, B.Ed, TTC പോലത്തെ പല പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ ആളുകളാണ് പലപ്പോഴും ഉണ്ടാകുക. അവരെ സ്കില്ലൊന്ന് പോളിഷ് ചെയ്യാനും ഒന്ന് ഷേപ്പ് ചെയ്യാനും ലൈഫിലേക്ക് സക്സസിനും വേണ്ടിയാണ് ഈ കോഴ്സിനെ പലരും സെലക്ട് ചെയ്യുന്നത്. ഇതൊരു വെറും റെമഡിയൽ ട്രെയിനിങ് കോഴ്സ് മാത്രമല്ല, ഒരു ടോട്ടൽ ലൈഫ് ചേഞ്ച് ഉണ്ടാക്കുന്ന കോഴ്സ് കൂടിയാണിത്. നിങ്ങളിലും മാറ്റം ഉണ്ടാക്കും, നിങ്ങളുടെ കുടുംബത്തിലും മാറ്റം ഉണ്ടാക്കും. അതിനനുസരിച്ചുള്ള വളരെ മിറാക്കിളായ ഒരു കരിക്കുലമാണ് ഇതിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിച്ച മുൻ ബാച്ചുകൾ പഠിച്ച ആളുകളെ എക്സ്പീരിയൻസും ഫീഡ്ബാക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ പുറത്തിറങ്ങിയത്. അവരെ എക്സ്പീരിയൻസ് നിങ്ങൾ കേൾക്കാവുന്നതാണ്.